ശബരിമലയിൽ പപ്പന്റെ വീടിന്റെ ഉള്ളറ പോലും ഇടി അടിച്ചു പറക്കുന്നുണ്ട്. മുക്കാനുള്ളതൊക്കെ ഒരു നേരത്തെ മുക്കിയിട്ടുണ്ടാകും. ശബരിമലയിൽ വലിയൊരു കുംഭകോണ കൊള്ളയാണ് നടന്നത്. ഇപ്പോ ഇത്രയും ദിവസം 6 മാസം കഴിഞ്ഞിട്ടുള്ള പരിശോധന, ഇതിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പരിശോധിക്കുന്ന SITക്കും അറിയാം, അയ്യപ്പ വിശ്വാസികൾക്കും അറിയാം. ഈ CBI വരാതിരിക്കാനുള്ള നാടകമാണോ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ? CBI വരണമെങ്കിൽ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ കോടതിക്ക് സംശയം തോന്നാനോ ഇടവരണം. അപ്പൊ ഈ 6 മാസം നടക്കുന്ന അന്വേഷണത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും അവസാനം ചെയ്യുന്നു. കാരണം ഇനിയിപ്പോ ഇത് വെച്ച് ഇതിനിടയ്ക്ക് ഇലക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ വെച്ച് താമസിപ്പിച്ച ഇലക്ഷനിടയിൽ ഈ വിഷയത്തെ മുക്കിയെടുത്ത് പരിക്കില്ലാതെ രക്ഷപ്പെടുക. അതിനുവേണ്ടി എത്രമാത്രം കാലതാമസം വരാം. അപ്പോൾ ഒരു പുതിയ മാറ്റമല്ലേ വന്നിരിക്കുന്നത്. ഇത്ര നാൾ ശബരിമലയിൽ പോയി അന്വേഷിക്കാത്തവർ ഇതാ ശബരിമല, ഇവർക്ക് ഇത്ര നാൾ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു ശബരിമലയിൽ പോയി അന്വേഷിക്കുന്നതിന്? ഒരു തടസ്സം ഇല്ലായിരുന്നല്ലോ. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഒരു സംഭവ സ്ഥലത്ത് നിന്ന് മോഷണം പോയെന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് പോകാതെ പ്രതികളെന്ന് പറയുന്ന ആൾക്കാരെ വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അവരെ കാണുന്നു, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു, ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. തന്നെയുമല്ല, ഈ ഒരു അവസ്ഥയിൽ ഹൈക്കോടതി ഇടപെട്ടു. നമ്മളത് കണ്ടു. ഹൈക്കോടതി ഇടപെട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ ഓക്കെ, അന്വേഷണവുമായി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഗവൺമെന്റിന് ഇതിൽ യാതൊരു താല്പര്യവുമില്ല. അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ്. പക്ഷെ ആ പ്രഹസനം പെട്ടെന്ന് പ്രഹസനമാണെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതി എന്ത് ചെയ്യും? ഡിസിഷൻ എടുക്കും. വാ മക്കളെ CBI വരും നേരറിയാൻ എന്ന് പറഞ്ഞ പോലെ. അല്ല, അവർ വന്നാൽ നേരെ അറിയാമല്ലോ. അപ്പൊ നേരെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ കയ്യിലുള്ള ഫയൽ അവർക്ക് കിട്ടണം, ഫയൽ കൈമാറണം. ഫയൽ കൈമാറിയതിനു ശേഷം അത് വെച്ച് അന്വേഷിക്കാനേ പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യമേ വന്നാൽ ഫയലൊന്നും വേണ്ട, അവർക്ക് തന്നെ ഒരുപാട് എവിഡൻസ് കിട്ടും. ഈ 6 മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യം എന്തുകൊണ്ട് 6 മാസം? അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഈ തന്ത്രിയെ പിടിച്ച് അകത്തിട്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ തന്ത്രിയുടെ വീട്ടിൽ ഇവർ പരിശോധന നടത്തി. തന്ത്രിയുടെ വീട് മൊത്തം ഇവർ അരിച്ചു പറക്കിയെടുത്തു. അപ്പൊ തന്ത്രിയെ മാത്രം കൊടുക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ എന്നറിയില്ല, തന്ത്രിയുടെ വീട് മുഴുവൻ അരിച്ചു പറക്കി. ഇതിലെ വാസുവിന്റെ, പത്മകുമാറിന്റെ, മുരാരി ബാബു, പിന്നെ വിജയകുമാർ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വീടുകളൊന്നും ഇന്ന് 21 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. ധൃതി പേടിച്ചുള്ള ഒരു പരിശോധന. ഞങ്ങളത് എല്ലാം ഇനി അടുത്ത ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങളത് എല്ലാം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ ഇവരുടെയൊക്കെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലേ? അല്ല, അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്, ഓൾറെഡി ഫ്രീസ് ചെയ്ത്. അതൊക്കെ ലാസ്റ്റ് ആണ്. നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്താനുള്ളത് നടത്തിയതിനു ശേഷം ഞങ്ങൾ മരവിപ്പിക്കാവുന്ന രീതിയിലാണ്. പക്ഷെ ചോദ്യം, ഈ ഇത്രയും പ്രതികളുടെ വീട്ടിൽ പരിശോധന നടക്കുമ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിവുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പരിശോധന ആൾക്കാർ വരുമ്പോൾ ഏതായാലും നമുക്ക് തെളിവ് കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് വെക്കുന്നത്. ഇത് അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം ആവശ്യത്തിന് കൊടുത്തു. എന്തുകൊണ്ട് ഈ 6 മാസം എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിലെ ഒരു പ്രദേശമായ ശബരിമല മുതൽ അന്താരാഷ്ട്ര തലം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കൊള്ളയുടെ ചുരുളഴിയുമ്പോൾ ആ കൊള്ളയുടെ ഓരോ കണ്ണികളെയും തെളിവായിട്ട് പരസ്പരം കണക്ട് ചെയ്യുന്നതിനെ കട്ട് ചെയ്യാനായിട്ട് സമയം വേണം. ആ സമയം വേണമെങ്കിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങണം. അന്വേഷണം ഇഴഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണല്ലോ കോടതി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നു. അപ്പോൾ കോടതിക്ക് മനസ്സിലായി കുഴപ്പമില്ല. വീണ്ടും ആ ആക്റ്റീവായ ഭാഗം വീണ്ടും ഇഴയുന്നു. വീണ്ടും കോടതി ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്നു. കീ കൊടുത്താൽ മാത്രം അനങ്ങുന്നൊരു കളിപ്പാട്ടം പോലെ ഇവർ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഇവർക്ക് ഇത് ആദ്യമേ ചെയ്യാമായിരുന്നു. ഈ ഇൻസിഡന്റിനെ കുറിച്ച് പുറത്തു വന്ന നിമിഷം തന്നെ കേരളത്തിലെ പോലീസിനോട് ചെല്ലണം. കേരളത്തിലെ പോലീസ് അവിടെ ചെന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോഴാണ് അവിടെ ചെല്ലുന്നത്. കേരള പോലീസിനെ അവിടെ ചെല്ലുന്നതിന് എന്ത് തടസ്സമുണ്ടായിരുന്നു? പിന്നെ ഇതിന്റെ പുറകിൽ നിൽക്കുന്നവരൊക്കെ അല്ലെങ്കിൽ മോഷ്ടിച്ചവരെല്ലാം ഉന്നതരാണ്. അവരാരും ചില്ലറക്കാരല്ല. ഇപ്പൊ പത്മകുമാറായാലും വാസുവായാലും തന്ത്രിയായാലും ഒക്കെ ഓരോരുത്തർക്ക് പ്രിയപ്പെട്ട ആളുകളാണ്. പോറ്റിയൊക്കെ സോണിയാഗാന്ധിയുടെ അടുത്ത ആളെന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളെ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് ഇപ്പോൾ SIT ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോറ്റി അതായത് 90 ദിവസത്തിനകം പിന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം കിട്ടാം, സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള അതിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. അതായത് ഇവരെയൊക്കെ പിടിച്ചു എന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം, കോടതിയുടെ കണ്ണിലും പൊടിയിടണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടേക്ക് പോകും. തിരഞ്ഞെടുപ്പ് അതിന്റെ കോലാഹലങ്ങളിലൊക്കെ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും, ചാനലുകളെല്ലാം അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അതിന്റെ പുറകിലേക്ക് പോകും. പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സർക്കാർ ആരാണെന്ന് അറിഞ്ഞ് ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെയാണ് ഇതൊക്കെ അറിയുന്നത് വരെ കേരള രാഷ്ട്രീയത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും ചർച്ചാ വിഷയം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പ വെളിയിൽ ഇറങ്ങിയാൽ എന്ത്? ഇതിനിടയ്ക്ക് പത്മകുമാറിന് ജാമ്യം കിട്ടിയാലും തന്ത്രിക്ക് ജാമ്യം കിട്ടിയാലും
വാസുവിന് ജാമ്യം കിട്ടിയാലും അല്ലെങ്കിൽ മുരാരി ആർക്ക് ജാമ്യം കിട്ടിയാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അതൊക്കെ കേരളത്തിലെ ഇലക്ഷൻ വാർത്തകൾക്കിടയിലുള്ള ചെറിയ കോളം വാർത്തകളായിട്ട് ഇപ്പൊ ബ്രേക്കിംഗ് ശബരിമല കൊള്ള വാജി ഭാവന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കിംഗ് പോകുന്നത് പോലെ അന്ന് അത് താഴെ എവിടെയെങ്കിലും ഒരു ചെറിയ ലൈൻ കൊടുത്തോ കൊടുത്തില്ല ആ ലെവലിലേക്ക് അത് പോകും. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എടുത്തു പിടിച്ചതുപോലെ പെട്ടെന്ന് SIT പോകുന്ന SITക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുന്നു. എന്നാൽ ഇന്ന് എല്ലായിടവും കയറി അങ്ങ് പരിശോധിക്കാം. ഇപ്പൊ ഇന്ന് ED ആണ് പരിശോധിക്കുന്നത്. അപ്പോ പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നല് ഇത്രയും നാൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ ഞങ്ങൾ അവർക്ക് അവസരം കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കൂ, ഞങ്ങൾ ഇതാ വരുന്നുണ്ട്, എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും വിട്ട് ഓക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് പരിശോധനയൊക്കെ നടത്താം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ED പരിശോധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പുതിയതായി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ SIT പരിശോധിക്കുന്നത് പോലെ ആയിരിക്കില്ല ED ED കുറച്ചുകൂടി ചികഞ്ഞ് എടുക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഇവരുടെയൊക്കെ വീട്ടിന്റെ അകത്തെ നിലവറകളും മറ്റേ ഭൂഗർഭ അറകളും ഒക്കെ ഒരുപക്ഷെ തുറന്നെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. അല്ല, കേരള പോലീസിനുള്ള അത്ര അധികാരം EDക്കില്ല. ഇല്ല. ഇപ്പൊ കേരള പോലീസിന് ഏത് തൂണിലും തുരുമ്പിലും പ്രവേശിച്ച് അന്വേഷണം നടത്താനായിട്ട് വാറണ്ട് പോലും ഇല്ലാതെ അന്വേഷണം നടത്താൻ ഒരുപാട് സംവിധാനമുണ്ട്. EDക്ക് കുറെ പരിമിതികളുണ്ട്. ED വരാതിരിക്കാൻ ആദ്യമേ തന്നെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കോടതിയിൽ ഹൈക്കോടതി ഇരിക്കുന്ന ഒരു കേസ് എന്ന രീതിയിൽ EDക്ക് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ED ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ SITയുടെ ഈ പരിശോധന എത്രയും പെട്ടെന്ന് തീരുമെന്നാണോ കരുതുന്നത്? ഇത് നീണ്ടുപോകും. ഈ പരിശോധന നീണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് ജാമ്യം കിട്ടും. കാരണം കുറ്റപത്രം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാൻ അർഹതയുണ്ട്. ആ അർഹതയിൽ അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ ശബരിമല കേസ് പിന്നെ എന്തായി? ശബരിമല കേസ് ഒരു സാധാരണ കേസ് പോലെ. പിന്നെ ഇതിൽ സാക്ഷികളും തൊട്ടി മുതലും എല്ലാം ഹാജരാക്കേണ്ട പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനം. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഒരു കേസ് ഉണ്ടായാൽ കേസിന്റെ തലവര എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അവരുടെ സ്റ്റാൻഡ് അനുസരിച്ചാണ് പോകുന്നത്. ആ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന് ഇപ്പോഴേ നമ്മൾക്കറിയാം. അതായത് ശബരിമല കേസിന്റെ വിധി എന്തായിരിക്കും, അതിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സുവ്യക്തമായിട്ട് ഇപ്പോഴേ സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. അപ്പം അതിന് വേണ്ട കളമൊരുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട സാവകാശം കൊടുക്കുക. തെളിവുകൾ ഇല്ലാത്ത രീതിയിൽ പരസ്പര പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രതിയിലേക്ക് എത്താൻ മതിയായ രേഖകളായിരുന്നില്ല എന്ന് കോടതിക്ക് പറയാവുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ കോടതിക്ക് നടത്താൻ പറ്റും. തീർന്നു. ഇതോടെ ശബരിമല അടഞ്ഞ അധ്യായമാകും. പിന്നെ ഈ പോയവരൊക്കെ തിരിച്ച് ശബരിമലയിലേക്ക് വരും. അല്ലെങ്കിൽ ഇനി പുതിയ ആളുകളായിരിക്കും കള്ളം ചെയ്യാനും കൊള്ള നടത്താനും ഒക്കെ വരുന്നത്. ഭരണം മാറിയാൽ പുതിയ കള്ളന്മാര് പുതിയ രൂപത്തിലും വേഷത്തിലും വരും. അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, ഈ കള്ളന്മാരെല്ലാം പരസ്പരം ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഭരണം വന്നു എന്നുള്ളത് കൊണ്ട് അന്വേഷണത്തിൽ വേറെ എന്തെങ്കിലും മാറ്റം വരികയില്ല. കാരണം അവർക്കും പങ്കാളിത്തമുള്ള, രണ്ടു കൂട്ടർക്കും പങ്കാളിത്തമുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അതെ.